കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. നമുക്കു വേണ്ടി സ്വയം ജീവാർപ്പണം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന. വിലമതിക്കാനാവാത്ത അവിടുത്തെ അനന്തകാരുണ്യമാണ് ആ ബലിയിൽ പങ്കുചേരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പാപത്തിൻ്റെയും അയോഗ്യതകളുടെയും നീർച്ചുഴിയിലകപ്പെട്ട മാനവകുലത്തിന് സുസ്ഥിരമായ രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവപുത്രൻ കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ എക്കാലവും സകല ദേശത്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതിൻ്റെ മഹനീയമായ ഫലത്തിൽ പങ്കാളികളായി മാറി. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, അല്പം കൂടി തുറവിയുള്ളവരാകുക, അഥവാ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ അല്പം കൂടി ഉയർത്തുക. അതുവഴി മാലാഖമാരുടെ അപ്പം ദൈവികമായ ഒരു ഹിമവർഷം പോലെ പെയ്തിറങ്ങി നിങ്ങളെ ശക്തിപ്പെടുത്തും. ആവശ്യമുള്ളതെല്ലാം അതുവഴി നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് സ്നേഹത്തിൻ്റെ തികവ് നൽകുന്ന ആത്മീയ ഭോജ്യമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണത ദിവ്യകാരുണ്യമാകുന്ന ദൈവിക സാന്നിധ്യത്തിലൂടെ മനുഷ്യാത്മാവിൽ നിറയുമ്പോൾ ഓരോ മനുഷ്യരും ദൈവമക്കളായി മാറുന്നു. അവിടുത്തെ പൂർണ്ണതയിൽ പങ്കാളികളായിത്തീരുന്നു. ഈശോയുടെ പ്രത്യേക സ്നേഹത്താൽ എൻ്റെ ചെറുപ്പം മുതലേ ദിവ്യകാരുണ്യമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. എൻ്റെ 8ാമത്തെ വയസ്സിലായിരുന്നു ആദ്യ കുർബാന സ്വീകരണം. അന്ന് എനിക്ക് കിട്ടിയ അറിവ്, പ്രത്യേകിച്ച് ആദ്യ കുർബാന ഒരുക്കത്തിന് വേണ്ടിയുള്ള ആ ദിവസങ്ങൾ, അന്ന് കിട്ടിയ പരിശീലനം എല്ലാം ഇന്നും പലതും ഞാൻ എൻ്റെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അന്ന് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു, ഓർക്കുന്നു, പല്ല് തേച്ച് നാക്ക് പിടിച്ച് കാലും കൈയുമൊക്കെ കഴുകി വൃത്തിയായിട്ട് വേണം പള്ളിയിൽ പോകാൻ. ഇന്നും ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മക്കളുടെ ഉള്ളംകാല് പോലും പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ എൻ്റെ സ്കൂൾ പഠനവും കോളേജ് പഠനവുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഞാൻ കനേഡിയൻ മിഷണറീസ് നടത്തിയിരുന്ന ബ്രദേഴ്സ് ഓഫ് ഹോളി ക്രോസ് നടത്തിയ ഹോളി ക്രോസ് സ്കൂളിലാണ്, അവരുടെ ബോർഡിങ്ങിലാണ് നിന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചാപ്പലും ദിവസേന ദിവ്യബലിയും ഉണ്ടായിരുന്നു. അതിൽ സജീവമായിട്ട് പങ്കെടുക്കുവാൻ ചെറുപ്പം മുതലേ എനിക്ക് വലിയ കൃപ കിട്ടി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം കോളേജിലൊക്കെ ആയിരുന്നപ്പോഴും ദിവ്യകാരുണ്യ വിശുദ്ധ കുർബാനയുടെ ഒരുക്കങ്ങൾ നടത്തേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. അതുകൊണ്ട് പല പ്രാവശ്യം ചാപ്പൽ സന്ദർശിക്കുവാനും ഒരുക്കങ്ങൾ നടത്തുവാനും ദിവ്യകാരുണ്യനാഥനോട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശീലം അന്നു മുതലേ എനിക്ക് കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നിക്ഷേപം, മുതൽക്കൂട്ടായിട്ട് ഞാൻ ഇന്നും കരുതുന്നു. അതിനുശേഷം ഞാൻ ജോലിക്കായിട്ട് എറണാകുളത്ത് വന്നപ്പോഴും ഞാൻ താമസിച്ചിരുന്നത് തേവര കോളേജിലെ ഹോസ്റ്റലിലാണ്. അവിടെ തൊട്ട് മുമ്പിൽ തന്നെ ആശ്രമ ദേവാലയവും അനുദിന ബലിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടമെല്ലാം ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ദിവ്യബലി പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും എനിക്ക് ദൈവം അനുഗ്രഹം തന്നു. ഞങ്ങളുടെ വിവാഹശേഷവും ഞങ്ങൾ 4-5 സ്ഥലങ്ങളിൽ എറണാകുളത്ത് വീട് വെച്ച് താമസിച്ചിട്ടുണ്ട്. എല്ലായിടത്തും
കുറഞ്ഞത് 2 ദേവാലയമെങ്കിലും ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നു. അങ്ങനെ ലത്തീൻ റീത്തിലും സുറിയാനി റീത്തിലും മാറി മാറി ഇഷ്ടം പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. സിയന്നായിലെ വിശുദ്ധ കാതറിൻ പറയുന്നു, അങ്ങാണ് പരമോന്നതനും അനന്തകാരുണ്യവാനുമായ ദൈവം, സകല നന്മകൾക്കും മീതെയുള്ള നന്മസ്വരൂപൻ, എല്ലാ സൗന്ദര്യത്തെയും അതിലംഘിക്കുന്ന അനന്ത സൗന്ദര്യം, സകല ജ്ഞാനത്തെയും അതിശയിക്കുന്ന ജ്ഞാനം, മാലാഖമാരുടെ അപ്പം. ദിവ്യകാരുണ്യമായി മാറി ഒരപ്പത്തോളം ചെറുതായി നമുക്കായി കാത്തിരിക്കുന്ന ആ നല്ല ദൈവത്തെ തിരിച്ചറിയുകയാണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരിക്കൽ ആ തിരിച്ചറിവിലേക്ക് കടന്നുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അളവില്ലാത്ത ആ ദിവ്യസ്നേഹം നമ്മെ കീഴടക്കും തീർച്ച. അങ്ങനെ പുതിയൊരു സൃഷ്ടിയായി ദിവ്യകാരുണ്യനാഥൻ നമ്മെ മാറ്റും. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവ്യകാരുണ്യ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. 2013 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എറണാകുളത്ത് വലിയ ചൂടായിരുന്നു. ചൂടിൻ്റെ അലർജി നിമിത്തം എൻ്റെ ഇടത് കണ്ണിലെ കൃഷ്ണമണിയുടെ ചർമ്മം പൊട്ടുന്ന ഒരു അപൂർവ അസുഖം, പ്രത്യേകിച്ച് രാത്രികാലങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അഥവാ പെട്ടെന്ന് ഉണരുകയാണെങ്കിൽ കൺപോളകൾക്കൊപ്പം തന്നെ കൃഷ്ണമണിയുടെ തൊലിയും പൊളിഞ്ഞ് പോകുന്ന ഒരു അസുഖം. അതിൻ്റെ ഫലമായിട്ട് കണ്ണ് തുറക്കാനോ കണ്ണിൽ നിന്ന് കുടുകുട വെള്ളം വരികയും ലൈറ്റോ ഒന്നും നോക്കാനോ പറ്റാത്തൊരവസ്ഥ. കഷ്ടിച്ച് 1-2 മണിക്കൂർ മാത്രം ഉറങ്ങാൻ സാധിക്കുന്ന ദിവസങ്ങളായിരുന്നു ഏകദേശം 6 മാസക്കാലം. പല വിദഗ്ധ കണ്ണാശുപത്രികൾ പരിശോധനകൾ നടത്തി, ഒത്തിരി ചെലവഴിച്ച് ടെസ്റ്റുകൾ നടത്തി, ഫോറിൻ മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, കണ്ണിലൊഴിച്ചു. ഓരോ മണിക്കൂറും കണ്ണിൽ ഐ ഡ്രോപ്സ് ഒഴിക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ മാത്രം ഉറങ്ങും, പെട്ടെന്ന് ഞെട്ടി ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാതിരിക്കാനാണ് ശ്രമം. കാരണം ഉറങ്ങിയാൽ പെട്ടെന്ന് കൺപോള അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ തുറക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ചർമ്മം പൊട്ടുകയും വലിയ അസ്വസ്ഥതകളെയും നീറ്റലും വേദനയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദുരനുഭവം. അതുകൊണ്ട് ഞാൻ ഭാര്യയെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, കുറച്ച് സമയം നടക്കും, രാത്രിയിൽ പാതിരായ്ക്കുമൊക്കെ. പിന്നെ ഭാര്യയെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കും. അങ്ങനെ പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ എന്ന പോലെ ഞങ്ങളെ നേരം വെളുപ്പിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ 6 മാസങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം, എനിക്ക് കുരിശിത രൂപം നോക്കാനോ ദിവ്യകാരുണ്യം കാണാനോ കുർബാന അർപ്പിക്കുന്ന അച്ഛനെയും നോക്കാനോ ഒന്നും പറ്റുന്നില്ല. എങ്കിലും ദിവ്യബലിയൊന്നും മുടക്കിയില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം കണ്ണടച്ചിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മുഴുവൻ സമയം എന്നോണം കണ്ണുകളടച്ച് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വർഷങ്ങളായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന നിസ്സാരമായ പ്രാർത്ഥനകൾ, സമാധാനം നിങ്ങളോടുകൂടെ എന്ന പ്രാർത്ഥന പോലും എനിക്ക് വലിയ അനുഭവമായിട്ട് തോന്നി. കുദാശ വചനങ്ങളൊക്കെ ഈശോ തന്നെ തൻ്റെ അധരങ്ങളിലൂടെ പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഓരോ പ്രാർത്ഥനയും എനിക്ക് വലിയ അനുഭവമായിട്ട് മാറി. വലിയ കൂട്ടായ്മയുടെ അനുഭവം, ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവം. അങ്ങനെ പെട്ടെന്ന് ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും ഈശോയുടെ കരുണയും സ്നേഹവും ഓർത്ത് ധ്യാനിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എവിടുന്നോ ഒരിക്കലും ഇല്ലാത്ത കണ്ണുനീര് കരയാൻ തുടങ്ങി. ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴും ഓരോ പ്രാർത്ഥന ഏറ്റു ചൊല്ലുമ്പോഴും ധ്യാനിച്ച് ചെല്ലുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണുനീരൊഴുകി. എൻ്റെ അപ്പനും അമ്മയും മരിച്ചപ്പോഴും എനിക്ക് കരയാൻ തോന്നിയില്ല. പക്ഷേ ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിൽ അന്ന് തുടങ്ങിയ ആ അനുഭവം ഓരോ വിശുദ്ധ കുർബാനയിലും എനിക്ക് കരച്ചിലിൻ്റെ അനുഭവം, കരഞ്ഞ് വിശുദ്ധ കുർബാന പങ്കെടുക്കുക. കാരണം ഈശോയുടെ കരുണയെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ്റെ ഈശോയുടെ ആ പീഡാന സഹനങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ ഉള്ളിൽ തട്ടി കരച്ചിൽ വരികയും അങ്ങനെ ഒരു ദിവ്യ ഔഷധമായിട്ട് കരച്ചിൽ മാറി. ഓരോ പ്രഭാതത്തിലും അന്നത്തേക്ക് വേണ്ട ആ കണ്ണിന് വേണ്ട നനവ് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് കിട്ടി. വേറെ മരുന്നൊന്നും ഒഴിക്കേണ്ടി വന്നില്ല. ഞാൻ അതിനുശേഷം മരുന്നുകളൊന്നും കണ്ണിന് വേണ്ടി ഉപയോഗിച്ചില്ല. ഇന്ന് ഇപ്പം 3 വർഷം കഴിഞ്ഞെങ്കിലും കണ്ണിൻ്റേതായിട്ട് ആ അസുഖങ്ങളും അസ്വസ്ഥകളും ഒന്നുമില്ല. ദൈവം
അത്ഭുതകരമായിട്ട് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ ഈ വലിയ ഒരു അസുഖം, വിചിത്രമായ അസുഖം മാറ്റിയെടുക്കുകയും അതുപോലെ തന്നെ എന്നെ ദിവ്യകാരുണ്യത്തിലേക്ക് ഒത്തിരി അടുപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ദിവസം പോലും ഇപ്പോൾ വിശുദ്ധ കുർബാന മുടങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ദിവസം പോയി എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനം പറയുന്നു, ഓരോ ദിവസവും സമയം ശരിയായി വിനിയോഗിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് അരമണിക്കൂർ ദിവ്യബലിക്കായി നഷ്ടപ്പെടുത്തുക എന്നതാണ്. ഒരു നിമിഷം ചിന്തിക്കാം. തൻ്റെ സമ്പന്നതയിൽ നമ്മെ പങ്കാളികളാക്കുവാനും എന്നും നമ്മോടൊപ്പമായിരിക്കുവാനും അനന്തനന്മ സ്വരൂപനായ ദൈവം സംവിധാനം ചെയ്ത ഈ മഹത്തായ ദൈവിക പദ്ധതിയോട് ആത്മാർത്ഥതയോടെ ചേർന്നു നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ നന്മകളിലും നമുക്ക് പങ്കാളിത്തം ഉറപ്പു നൽകുന്ന ഈ ദിവ്യഭോജ്യം ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം.
പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സാദൃശ്യത്തിലുള്ള ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പാപം മൂലം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകലാതിരിക്കുന്നതിനായി ദൈവം ഉപയോഗിക്കുന്നു. സക്രാരിയിൽ നിന്ന് പ്രസരിക്കുന്ന ദിവ്യപ്രകാശത്തിൽ ജീവിക്കുവാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിടുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അങ്ങനെ എനിക്ക് ശക്തി ലഭിക്കുന്നു. വിശുദ്ധ ജോൺ 23 പാപ്പ. ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ജീവിതം നയിച്ച് ആധുനിക ലോകത്തിൻ്റെ സങ്കീർണതകൾക്കനുസൃതമായി വഴി നടക്കുവാൻ തിരുസഭയെ ഒരുക്കിയ ഒരു മഹാനായ മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. 77 വയസ്സിൽ പ്രത്യേക ദൈവനിയോഗത്തിൻ്റെ ഭാഗമായി കേവലം 5 വർഷം തിരുസഭയുടെ വലിയ ഇടയനായി മാറിയ ജോൺ 23 പാപ്പയുടെ ജീവിതം ഒരു വലിയ ദിവ്യകാരുണ്യ വിസ്മയം കൂടിയാണ്. പ്രായത്തിലും രോഗാവസ്ഥകളിലും ബലഹീനമാകുന്ന മാനുഷിക പ്രകൃതിക്കു മീതെ ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയം പ്രവർത്തിച്ച മഹത്തായ അത്ഭുതം. സഭയിലെ എക്കാലത്തെയും വലിയ നവീകരണത്തിന് കാരണമായ 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർത്തതുൾപ്പെടെ വിശുദ്ധ ജോൺ 23 പാപ്പ നേതൃത്വം നൽകിയ വിസ്മയനീയമായ പ്രവർത്തനങ്ങൾ ഏറെയാണ്. ജീവിതകാലത്തെന്നും ദിവ്യകാരുണ്യനാഥനു മുന്നിൽ കൂപ്പുകരങ്ങളുമായി നിന്ന ഈ വിശുദ്ധനായ പാപ്പയുടെ ജീവിതം നമ്മെയും സക്രാരിയോട് ചേർത്തു നിർത്തുവാൻ പര്യാപ്തമാണ്. 1881 നവംബർ 25 സോട്ടോയിൽ മോണ്ടെ എന്ന ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ആഞ്ചലോ ഗുസപ്പെ റോങ്കാളിയുടെ ജനനം. സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി ജീവിച്ചിരുന്ന ജിയോവാനിയുടെയും മരിയന്നയുടെയും 14 മക്കളിൽ 4ാമനും മുതിർന്ന ആൺകുട്ടിയുമായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടതെങ്കിലും ഏറെ കുലീനമായൊരു പാരമ്പര്യമായിരുന്നു ആ കുടുംബത്തിന് സ്വന്തമായുണ്ടായിരുന്നത്. കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഉറച്ച വിശ്വാസ പാഠങ്ങൾക്കു പുറമേ ചെറുപ്പകാലത്ത് വിദ്യ അഭ്യസിച്ച വൈദികരിൽ നിന്നും ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കിയ ആഞ്ചലോ 1889 തൻ്റെ 8ാം വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 12ാം വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചു. ആഞ്ചലോയുടെ സെമിനാരി പരിശീലന കാലഘട്ടം സംഭവബഹുലമായിരുന്നു. സെമിനാരി പഠനം പൂർത്തിയാക്കും മുമ്പ് തന്നെ ഒരിക്കൽ അദ്ദേഹം സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷം തിരിച്ച് സെമിനാരിയിലെത്തിയ അദ്ദേഹം തിയോളജിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കിയതിനു ശേഷം 1904 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് കാനൻ ലോയിൽ ഉപരിപഠനം പുരോഗമിക്കവേ ബെർഗാമോയിലെ പുതിയ ബിഷപ്പിന്റെ സെക്രട്ടറിയായി അദ്ദേഹം നിയമിതനായി. 9 വർഷത്തോളം ആ ജോലിയിൽ തുടർന്ന അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു സെമിനാരി അധ്യാപകൻ കൂടിയായിരുന്നു. ലോകസമാധാനത്തിന് വലിയ വിള്ളൽ വീണ നാളുകളായിരുന്നു തുടർന്നുണ്ടായിരുന്നത്. 1915 1ാം ലോക മഹായുദ്ധകാലത്ത് വീണ്ടും ഫാദർ ആഞ്ചലോ സൈനിക സേവനത്തിനായി നിയോഗിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ യുദ്ധത്തിൽ മുറിവേറ്റവർക്കു വേണ്ടിയുള്ള പുരോഹിത ശുശ്രൂഷകളിലൂടെ അനേകാത്മാക്കൾക്ക് അദ്ദേഹം ശാന്തി പകർന്നു. 1918 യുദ്ധസേവനത്തിൽ നിന്നും വിമുക്തനായ അദ്ദേഹം സെമിനാരിയുടെ സ്പിരിച്വൽ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. ആ കാലങ്ങളിലെല്ലാം തികഞ്ഞ ദിവ്യകാരുണ്യ ഭക്തനും സൗമ്യശീലനും ശാന്തസ്വഭാവിയുമായ ആ വൈദികൻ ഏവരുടെയും മതിപ്പ് നേടിയിരുന്നു. അന്നും പിൽക്കാലത്തും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പ്രഘോഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യവും
മറ്റൊന്നായിരുന്നില്ല. ദൈവമഹത്വത്തിനുള്ള ഉപകരണമായി സ്വയം പരിണമിക്കുവാൻ മനസ്സായ ഒരാത്മാവിൻ്റെ സ്വർഗയാത്രയാണ് ഈ ജീവിതം നമുക്ക് മുന്നിൽ വിവരിക്കുന്നത്. തുടർന്നുള്ള കാലങ്ങളിൽ ആഞ്ചലോ നിയോഗിക്കപ്പെട്ട ദൗത്യങ്ങൾ അനവധിയായിരുന്നു. 1925 ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം ബൾഗേറിയയുടെ അപ്പസ്തോലിക് വിസിറ്ററായി ചുമതലയേറ്റു. 1934 ടർക്കിയുടെയും ഗ്രീസിൻ്റെയും അപ്പസ്തോലിക് ഡെലിഗേറ്റായിരുന്ന അദ്ദേഹം ഇസ്താൻബുൾ കേന്ദ്രീകരിച്ച് യുദ്ധത്തടവുകാർക്കു വേണ്ടി പ്രവർത്തിച്ചു. 1944 യുദ്ധാനന്തര ഫ്രാൻസിൽ ന്യൂൻഷ്യോ ആയി അദ്ദേഹം ചാർജ് ഏറ്റെടുത്തു. യുദ്ധക്കെടുതികളിൽ തകർന്ന ഒരു രാജ്യത്തെയും പൗരന്മാരെയും ശക്തിപ്പെടുത്തുക എന്ന വലിയ ദൗത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ തന്നെ യുനെസ്കോയിൽ പരിശുദ്ധ പിതാവിൻ്റെ ആദ്യ സ്ഥിരം പ്രതിനിധിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു. 1951 52 നടന്ന യുനെസ്കോയുടെ ജനറൽ അസംബ്ലിയെ അദ്ദേഹം സംബോധന ചെയ്തു. 1953 അദ്ദേഹം വെനീസിന്റെ പാത്രിയാർക്കീസായി നിയമിതനായി. അപ്പോൾ 72 വയസ്സുണ്ടായിരുന്ന അദ്ദേഹം അത് തന്റെ അവസാന ഔദ്യോഗിക ചുമതലയാവുമെന്ന് കരുതി. എന്നാൽ 1958 അന്നു മാർപ്പാപ്പയായിരുന്ന പിയൂസ് 12 പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് നടന്ന കോൺക്ലേവിലേക്ക് കർദിനാൾ ആഞ്ചലോ ഗുസപ്പെ റോങ്കാളിയും ക്ഷണിക്കപ്പെട്ടു. തുടർന്ന് തികച്ചും അപ്രതീക്ഷിതമായി തികഞ്ഞ ദൈവനിയോഗത്തിന്റെ മാത്രം പിൻബലത്തിൽ അതിശയകരമായ രീതിയിൽ 77-കാരനായ ആ കർദിനാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 500 വർഷങ്ങൾക്കിടെ ആദ്യമായി ജോൺ എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചതും ലോകത്തിനു മുഴുവൻ വിസ്മയമായിരുന്നു. കാരണം ജോൺ എന്ന പേരിൽ അറിയപ്പെട്ട അവസാനത്തെ മാർപ്പാപ്പ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജോൺ 23 എന്ന ആൻറ്റി പോപ്പായിരുന്നു. അതേ പേരിൽ തന്നെ തുടർന്ന് പുതിയ മാർപ്പാപ്പ അറിയപ്പെട്ടു. ജോൺ 23 പാപ്പയുടെ പ്രാർത്ഥനാ വചസ്സുകളിൽ ഇപ്രകാരം കാണാം: ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്കു വേണ്ടി സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തിയാലും എൻ്റെ ഹൃദയം എപ്പോഴും അങ്ങയോട് കൂടെയായിരിക്കട്ടെ. അങ്ങയുടെ വത്സല ശിഷ്യനായ യോഹന്നാനെ പോലെ അങ്ങേക്ക് പ്രിയങ്കരനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ആ ശ്ലീഹന്റെ പേര് സ്വീകരിച്ചതിനു പിന്നിലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ വാക്കുകളിൽ വ്യക്തമാണ്. ജോൺ 23 പാപ്പ സ്ഥാനാരോഹണം ചെയ്തതിനു ശേഷമുള്ള നാളുകൾ സഭാചരിത്രത്തിൽ വിസ്മയങ്ങളുടേതായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾ എന്നതുപോലെ അന്ന് അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്നു. ചരിത്രത്തിലാദ്യമായി ടൈം മാഗസിൻ ഒരു മാർപ്പാപ്പയെ മാൻ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കുക പോലുമുണ്ടായി. പ്രായാധിക്യം കൊണ്ടും നേതൃപാടവരാഹിത്യം കൊണ്ടും ഒന്നും ചെയ്യാനാവില്ലെന്ന് ലോകം കരുതിയ ജോൺ 23 പാപ്പ തന്റെ വിപ്ലവയാത്ര തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പതിവിന് വിപരീതമായി ജോൺ 23 പാപ്പ തന്റെ ഔദ്യോഗിക രൂപതയായ റോമിൽ സന്ദർശനങ്ങൾക്കിറങ്ങി. പാവപ്പെട്ടവരെയും രോഗികളെയും ജയിൽവാസികളെയും അദ്ദേഹം സന്ദർശിച്ചു. മുൻകാലങ്ങളിലെ ജൂതവിരുദ്ധ നിലപാടുകൾക്ക് അദ്ദേഹം ലോകത്തോട് മാപ്പപേക്ഷിച്ചു. ജോൺ 23 പാപ്പയുടെ ഏറ്റവും നിർണായകമായ തീരുമാനമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ ഏറെ മാറ്റങ്ങൾക്കും നിലപാടുകൾക്കും കാരണമായി മാറിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാമം
സഭാചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. 1962 ഒക്ടോബർ 11 ആരംഭം കുറിച്ച വത്തിക്കാൻ കൗൺസിൽ 65 അവസാനിക്കുന്നതുവരെയുള്ള കാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ല. എങ്കിലും 2014 ജോൺ 23 പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനമായി നിശ്ചയിക്കപ്പെട്ടത് കൗൺസിൽ ആരംഭിച്ച ഒക്ടോബർ 11 ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ആധുനിക മാർപ്പാപ്പമാരിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം കരസ്ഥമാക്കിയ ജോൺ 23 പാപ്പയുടെ ലോകത്തിലെ ഇടപെടലുകൾ അനവധിയായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ ദൈവിക അർത്ഥം ലോകത്തിനു മുന്നിൽ പ്രഘോഷിച്ച അദ്ദേഹം കുടുംബ വിശുദ്ധീകരണത്തിനായി സകലരെയും ഉദ്ബോധിപ്പിച്ചു. ലോകയുദ്ധങ്ങൾ തകർത്ത സമാധാനം വീണ്ടെടുക്കുന്നതിനായി രാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹം മാധ്യസ്ഥം വഹിച്ചു. 1963 ക്യാൻസർ ബാധിതനായ അദ്ദേഹം ജൂൺ 3 താൻ തുടങ്ങിവെച്ച ഏറെ ദൗത്യങ്ങൾ പിൻഗാമികളെ ഏൽപ്പിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് യാത്ര തിരിച്ചു. അതേ വർഷം തന്നെ മരണാനന്തര ബഹുമതിയായി സ്വാതന്ത്ര്യത്തിനുള്ള പ്രസിഡൻഷ്യൽ മെഡൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. 2000 സെപ്റ്റംബർ 3 ജോൺ പോൾ 2 പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 2014 ഏപ്രിൽ 27 ജോൺ പോൾ 2 പാപ്പയ്ക്കൊപ്പം അദ്ദേഹത്തെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളോടുള്ള അനന്ത സ്നേഹത്തിന്റെ ഫലമായി അങ്ങ് മഹത്വത്തിലേക്കുയർത്തിയ വിശുദ്ധ ജോൺ 23 പാപ്പയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായ തിരുസഭയെ ശക്തിപ്പെടുത്തുവാനും ലോകത്തിനു മുഴുവൻ സഭയിലൂടെ അനുഗ്രഹം വർഷിക്കാനുമായി അങ്ങ് നിയോഗിച്ച ഈ വിശുദ്ധനെപ്പോലെ അങ്ങേക്കു വേണ്ടി സഭയിൽ വേല ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.